ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ അറിയാം, ഒരുപാട് പേര് തലവെച്ച് കൊടുത്ത ഒരു സ്കാം ആയിരുന്നു. അതായത് ഈ റീസെൻറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കുറച്ച് ദിവസങ്ങൾ വന്നതിന് പിന്നെ എയർ ഡ്രോപ്പിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വന്നതിന് പിന്നെ ഒരുപാട് പേര് തലവെച്ച് കൊടുത്തൊരു സംഭവമായിരുന്നു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വിഡ്രോവൽ ബോട്ട്സ്. അതായത് ടെലഗ്രാം വഴിയും അല്ലെങ്കിൽ എക്സ് ഹാൻഡിൽ വഴിയും ഒക്കെ കിട്ടുന്ന ഒരുപാട് ടെലഗ്രാം ബോട്ട്സുകൾ, ഫേക്ക് ആയിട്ടുള്ള കുറേ ബോട്ടുകളുണ്ടായിരുന്നു. നിങ്ങളുടെ എയർ ഡ്രോപ്പിനായിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫ്രേസ് കീ കൊടുക്കുക. അങ്ങനെ ഒരുപാട് പേര് നിങ്ങളുടെ ക്രൂഷ്യലായിട്ടുള്ള വാലറ്റിൻ്റെ ഇൻഫർമേഷൻസ് ഇതുപോലുള്ള സ്കാം ബോട്ടുകളിൽ അടിച്ചു കൊടുത്ത് പെട്ടുപോയ ഒരുപാട് പേര് നമ്മുടെ ഡി എമ്മിലും നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിലും ഒരുപാട് പേര് വന്നു. അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് ഫസ്റ്റത്തേത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വാലറ്റ് അഡ്രസ്സ് അല്ല, ബട്ട് ബാക്കിയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾ വാലറ്റിൽ നിന്ന് കുറേ പേര് ഫ്രേസ് കീ വരെ കൊടുത്തവരുണ്ട്. റിക്കവർ ആക്കാനുള്ള ഫ്രേസ് കീ വരെ ഈ ബോട്ടിന് അടിച്ചു കൊടുത്ത് ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് അതായത് എയർ ഡ്രോപ്പ് എന്തെങ്കിലും കിട്ടി, നിങ്ങളുടെ ഫണ്ട് എന്തെങ്കിലും ഈ വാലറ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ അടിച്ചെടുത്ത ഈ സ്കാമേഴ്സ് നിങ്ങളുടെ വാലറ്റ് ഹാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാലറ്റിലുള്ള ഫണ്ട് എടുത്തുകൊണ്ട് പോയേക്കാം എന്നുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്, ക്രൂഷ്യലായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളവർ. സോ അങ്ങനെയുള്ളവർ എന്തായാലും ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് റിക്കവർ ആവാനായിട്ടൊരു ഇൻഫർമേഷൻ നമുക്കിപ്പോൾ ഇല്ല. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ടെലഗ്രാം വാലറ്റിൽ അഡ്രസ്സാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചെയ്യുക പുതുതായിട്ട് ടൺ കീപ്പർ ഓർ മൈട്ടൺ എന്നുള്ള പുതിയ വാലറ്റുകൾ ഉപയോഗിച്ചിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്ന് ആ വാലറ്റ് നിങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പല എയർ ഡ്രോപ്പിലെ ബോട്ടുകളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇതുപോലെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ വാലറ്റ് അറ്റ് റിസ്ക് ആണ്, നിങ്ങളുടെ വാലറ്റ് സ്കാമിൽ പോയി പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ വഴി പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും മറ്റു വാലറ്റുകൾ ടൺ കീപ്പർ ഓർ മൈട്ടൺ വാലറ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ടണ്ണിൻ്റെ വാലറ്റുകൾ ഉപയോഗിച്ച് പുതിയതായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കി ഫ്രേസ് കീ ഉണ്ടാക്കി ആ ഫ്രേസ് കീ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ആ അക്കൗണ്ടായിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് ഓർ അതർ ബോട്ട്സ് കണക്ട് ചെയ്യാനായിട്ട്, ടണ്ണായിട്ട് കണക്ട് ചെയ്യുന്ന ബോട്ടുകളിൽ അത് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇതിൽ നിന്നൊരു റിക്കവറി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, 2 ബോട്ടുകൾ കാണാം. കുറേ ബോട്ടുകൾക്ക് ഇപ്പോൾ നിർത്തിപ്പോയി, കാരണം ഒരുപാട് പേര് സ്കാം അടിച്ച് റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ പേര് നിർത്തിപ്പോയിട്ടുണ്ട്. വിഡ്രോളോ കോയിൻസ് ഇവിടെ നമുക്ക് കാണാം. അതായത് ക്ലിക്ക് ദ ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലായിട്ട് ഇതൊരു വിഡ്രോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണ അതേ മെത്തേഡിലൂടെയാണ് ഈ ബോട്ടുകൾ നമ്മൾ നയിക്കുക. സോ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുള്ളവർ എന്തായാലും ഇതിൽ നിന്നുള്ള റിക്കവറി നമ്മൾ മുന്നേ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ കമ്മ്യൂണിറ്റി ചാറ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ടെലഗ്രാമിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണിത്. അതായത് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അപ്ഡേറ്റിൽ അവർക്ക് കോയിനാണ് ഇമ്പോർട്ടൻറ്റ്, പ്രോഫിറ്റ് പെർ അവർ അല്ല. ഇങ്ങനെ 2-3 മെസ്സേജുകൾ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി ചാറ്റിലും എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുന്നുണ്ട്. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ PPH ഇമ്പോർട്ടൻറ്റിനേക്കാൾ കൊടുക്കുന്നതിനും കൂടുതൽ നിങ്ങൾ കോയിൻ ബാലൻസിനായിരിക്കണം ഇമ്പോർട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇത്ര ലെവലിലെത്തുമ്പോൾ ഇത്ര കോയിൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എയർ ഡ്രോപ്പിൽ നിന്ന് ഔട്ടായേക്കാം എന്നുള്ള തരത്തിൽ ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ന്യൂസ് തന്നെ എടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇത് അവർ പറഞ്ഞിരിക്കുന്നത് സബ് ടൈറ്റിൽ, അതായത് ട്രാൻസ്ക്രിപ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അതായത് യൂട്യൂബിലൊരു വീഡിയോയുടെ ട്രാൻസ്ക്രിപ്ഷൻ കാണിച്ചിരിക്കുന്നത്. മേലെയുള്ള ഇത് കറക്റ്റ് ഫേക്കാന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം മേലെയുള്ള എല്ലാ ലെറ്ററും ക്യാപിറ്റലിലും, താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്മോൾ ലെറ്ററും, ഈവൻ എലിജിബിളിൻ്റെ സ്പെല്ലിംഗ് അടക്കം തെറ്റിയിരിക്കുന്നു. അതുപോലെ നെക്കസ് ബിക്കോസിന് വരെ CUZ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഒരു സ്ക്രീൻഷോട്ട്, ആരോ ഉണ്ടാക്കിയെടുത്തൊരു സ്ക്രീൻഷോട്ടാണ് ഇതുപോലെ സ്പ്രെഡ്. സോ ഒഫീഷ്യലായിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഭാഗത്തു നിന്ന് പലതവണ അറിയിച്ചതാണ്, പ്രോഫിറ്റ് പെർ അവറിന് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കോയിനേക്കാളും കൂടുതൽ. ബട്ട് ഒരു കാര്യം കൂടി അവർ പറഞ്ഞിരുന്നു, അതർ ക്രൈറ്റീരിയാസ് നോക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ അതർ ക്രൈറ്റീരിയസ് ചിലപ്പോൾ എന്ത് പെടും, ചിലപ്പോൾ നിങ്ങളുടെ ലെവൽ, അതായത് ചിലപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ലെവൽസ് നോക്കാം. സോ ചിലപ്പോൾ വൺസ് ഈ എയർ ഡ്രോപ്പ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ കോയിൻസ് ചിലപ്പോൾ എൻറ്റയർലി വാഷ് ഔട്ട് ആയേക്കാം. അതിനുശേഷം ശ്രമിക്കും നിങ്ങളുടെ ഇപ്പോൾ കയ്യിലുള്ള പ്രോഫിറ്റ് പെർ അവർ വെച്ചിട്ട് മാത്രമായിരിക്കും മൈനിങ്, അതായത് എയർ ഡ്രോപ്പിന് അർഹത ആവാൻ പോകുന്നത്. സോ ലെവൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ കൂട്ടിയത് എൻ്റെ ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു, അത് ലോഡിലേക്ക് മാറ്റാനായിട്ട് ഞാൻ 1 ബില്യൺ കോയിൻ ആവണ ഒരു വെയിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനായിട്ട് നിങ്ങൾ പക്ഷേ എന്ന് ഈ എയർ ഡ്രോപ്പ് കൺഫേം ആണെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ കൺഫേം ആണോ എന്ന് പോവാം. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച കോയിൻസൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. സോ അത് മനസ്സിൽ വെച്ചിട്ട് മാത്രം ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് ആയിരിക്കും ലിസ്റ്റിംഗ് വരെ, ജൂലൈയിലാണ് ലിസ്റ്റിംഗ് വന്നിട്ടുണ്ടാവുക. നമുക്ക് കാണാൻ പറ്റും ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് റേഷ്യോ, FGA റേഷ്യോ 30ക്ക് താഴെ വരെ പോയിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഡംപ് ആവാനുള്ള എല്ലാ ചാൻസും പ്രതീക്ഷിക്കുന്നുള്ള സൂചനയാണത്. അതിൽ നിന്ന് ഇപ്പോൾ ഒന്ന് റിക്കവർ ആയിട്ടുണ്ട്.
അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് MT Goxന്റെ ഹാക്കായ എക്സ്ചേഞ്ചിൻ്റെ ഫണ്ട് തിരിച്ച് യൂസേഴ്സിന് കൊടുക്കാൻ പോകുന്നു. ആ യൂസേഴ്സ് തിരിച്ചത് സെല്ല് ചെയ്യുന്നുള്ള ഫിയർ കാരണമാണ് ഇപ്പോൾ ഡംപായത്. ആ ഫിയറാണ് ഇപ്പോൾ മാർക്കറ്റ് ഡംപാവാനുള്ള മെയിൻ കാരണം. സോ അത് മാത്രമല്ല, ഈ മാസം അവസാനമായിട്ട് കുറേ ഓപ്ഷൻസ് എക്സ്പയർ ആവാനിരിക്കുന്നുണ്ട് ബിറ്റ് കോയിൻ്റെ. സോ നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ജൂലൈ 1-ാം തീയതി ഇത് റിലീസ് ആകുമെന്ന്, അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബാഡ് ന്യൂസ് ആയിരിക്കും. ചിലപ്പോൾ അന്ന് തന്നെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. സോ നമുക്ക് മാറ്റി വെച്ചേക്കാം. കാരണം മാർക്കറ്റ് ഗ്രീൻ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് ന്യൂട്രൽ ആയിരിക്കുമ്പോൾ മാത്രമായിരിക്കാം ചിലപ്പോൾ എല്ലാ കോയിൻസും ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ എയർ ഡ്രോപ്പിലുള്ള ഫേക്ക് ബോട്ടുകളിലൊന്നും പോയി തലവയ്ക്കരുത്. നിങ്ങളുടെ വാലറ്റിനെ സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യുക. കണ്ടിടത്തൊക്കെ പോയിട്ട് വാലറ്റിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്ത് വെറുതെ അതിനെ അലമ്പാക്കരുത്. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.